ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിദ്ദീസ് ഫുഡ് ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ റെസിപ്പിയാണ്. സാമ്പാർ ചിക്കൻ. വളരെ എളുപ്പം, സിമ്പിളായിട്ട്, ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അതിനായിട്ട് ആദ്യം 250 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ മസാലക്കൂട്ടുകളെല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. പിന്നെ ഇതാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മൾ സാമ്പാർ പൊടിയാണ്. ഏത് ബ്രാൻഡിലെ സാമ്പാർ പൊടി വേണേലും നമുക്ക് ഉപയോഗിക്കാം. 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഉപയോഗിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, പകുതി നാരങ്ങയുടെ നീര്. ഇനി നമുക്ക് ഈ മസാലയെല്ലാം കൂടിയിട്ട് നമ്മുടെ ചിക്കനിലേക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയെല്ലാം ചിക്കനിലേക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ മസാല പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു 10 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റ് പോലെ ആവണ്ട കേട്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മാത്രം മതി. ഇനി ഒരു അരമണിക്കൂറിന് ശേഷം ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. വെളുത്തുള്ളിയുടെ നിറം ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ കളറെല്ലാം ലൈറ്റായി ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വെളുത്തുള്ളിയും ചിക്കനും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റോളം അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എക്സ്ട്രാ വെള്ളമൊന്നും ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ചിക്കനിൽ തന്നെ ഏകദേശം വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് ഒരു 10 മിനിറ്റും കൂടി വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിലെ വെള്ളമെല്ലാം വറ്റി നല്ലപോലെ ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് വെച്ച് ഒരു 5 മിനിറ്റും കൂടി തുറന്ന് വെച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സാമ്പാർ ചിക്കൻ നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. സിദ്ദീസ് ഫുഡ് ബുക്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, മറക്കരുത്. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്യാന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. താങ്ക് യു.